നമസ്കാരം. ഇതൊന്ന് സങ്കല്പിച്ച് നോക്കൂ. നിങ്ങൾ രാവിലെ എണീക്കുന്നു, ജോലിക്കൊന്നും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, കഷ്ടപ്പെട്ട് പണിയെടുക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. എല്ലാ മാസവും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മുടങ്ങാതെ 11,400 രൂപ ക്രെഡിറ്റ് ആവുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ചെറിയ എക്സൈറ്റ്മെന്റ് തോന്നില്ലേ? ഇനി അഥവാ നിങ്ങൾ ജോലി ചെയ്താൽ തന്നെ ഒരു സെക്കൻഡ് സാലറി പോലെ ഈ ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടാകും? ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, റൈറ്റ്? അത് മാത്രമല്ല, സ്കീം അവസാനിക്കുന്ന സമയത്ത് എൻറ്റയർ പ്രിൻസിപ്പൽ എമൗണ്ട് യാതൊരു തരത്തിലുള്ള ഡിഡക്ഷനും ഇല്ലാതെ നിങ്ങളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ അതും എക്സൈറ്റിംഗ് ആണ്. അതെ, ഇൻകം ഫോർ യു, അസറ്റ് ഫോർ യുവർ ചിൽഡ്രൻ. നിങ്ങൾ ജീവിതത്തിൽ ഒരു തവണ മാത്രം നിക്ഷേപിക്കുന്നു, പക്ഷേ എല്ലാ മാസവും ഒരു മുടക്കവുമില്ലാതെ 11,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ഇത് നിങ്ങളുടെ ജീവിതാവസാനം വരെ ഈ എമൗണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. മരണശേഷം, അക്കൗണ്ട് ഹോൾഡറുടെ മരണശേഷം എൻറ്റയർ പ്രിൻസിപ്പൽ എമൗണ്ട് അക്കൗണ്ട് ഹോൾഡറുടെ മക്കൾക്കായിട്ട് പോകുന്നു. എന്താണ് ഈ പ്ലാൻ? എങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് പ്രതിമാസം അക്കൗണ്ടിലേക്ക് വരുന്നത്? എത്രത്തോളമാണ് അതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകും. ബോസോല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഞാൻ അഭിലാഷ്. ഒറ്റത്തവണ നിങ്ങളുടെ പണം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പ്രതിമാസം 11,400 രൂപ വരെ അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു പദ്ധതിയാണ് ഇത്. നിങ്ങളുടെ ജീവിതാവസാനം വരെ ഈ എമൗണ്ട് ലഭിക്കുന്നു. റിട്ടയർമെന്റ് ലൈഫ് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലുള്ള ഒരാൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള അവർക്ക് ഹാസിൽ ഫ്രീ ആയിട്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. LICയുടെ ന്യൂ ജീവൻ ശാന്തി പോളിസിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ യൗവനം എന്ന് പറയുന്നത് എല്ലാ ആളുകളും, ഓൾമോസ്റ്റ് 99% ആളുകളും ജോലിക്ക് പോയിട്ടാണ് നമ്മൾ തീർക്കുന്നത്, അല്ലെ? നമ്മൾ ജോലിക്ക് പോകുന്നു, നമ്മൾ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നു, സമ്പാദിച്ച ആ പണം കൊണ്ട് നമ്മൾ നമ്മുടെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ലക്ഷറി ലൈഫ് ആവട്ടെ, അതല്ലെങ്കിൽ യാത്ര, അല്ലെങ്കിൽ മറ്റ് എന്റർടൈൻമെന്റ്, മറ്റു കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ജോലി അല്ലെങ്കിൽ പ്രൊഫഷൻ തന്നെയാണ്. പ്രൊഫഷൻ ഇല്ലാതെ, സ്വന്തമായിട്ട് ജോലി ചെയ്യാതെ ഒരാൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. കൊണ്ടുപോകാൻ സാധ്യമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും, അവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, നമ്മൾ സാധാരണക്കാരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ ഈ ഒരു കഷ്ടപ്പെട്ട് ഈ പോകുന്നതിന്റെ, ജോലിക്ക് പോകുന്നതിന്റെ, പണം സമ്പാദിക്കുന്നതിന്റെ ലക്ഷ്യം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഉദ്ദേശം എന്താണ്? ഭാവിയിൽ, അതായത് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്ന സമയത്ത്, നമ്മൾ ഫിസിക്കലി ടയർഡ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മെന്റൽ സ്റ്റേറ്റ് ഇല്ലാത്ത സമയത്ത്, നമുക്ക് സാമ്പത്തികമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. നമുക്ക് കഷ്ടപ്പെട്ട് ആ സമയത്ത്, അതായത് റിട്ടയർമെന്റിന്റെ അടുത്തെത്തുന്ന ഒരു സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടാവരുത്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫ്ലോ ഓഫ് ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് നമ്മുടെ ലൈഫ് സ്മൂത്ത് ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. വയസ്സ് കൂടുന്തോറും നമുക്ക് ജോലി ചെയ്യാനുള്ള അവസ്ഥ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന്റെ ഭാവിയും സുരക്ഷിതമാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ വരുമാനം നിലച്ചു പോയാലും നമ്മുടെ ചിലവുകൾ നിലയ്ക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് ഡെയിലി എക്സ്പെൻസസ് ഉണ്ട്. ഗ്രോസറി വാങ്ങണം, സാധനങ്ങൾ വാങ്ങണം, ബില്ലുകൾ അടക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം എക്സ്പെൻസസ് ഒരാൾ ജനിച്ചു തൊട്ട് മരിക്കുന്നത് വരെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇനി ഓൾഡ് ഏജിലേക്ക് എത്തുന്ന സമയത്തോ ധാരാളം മെഡിക്കൽ ബിൽസുകൾ, ആശുപത്രി ചിലവുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ എത്തുന്ന സമയത്ത് നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പോളിസികൾ തിരഞ്ഞെടുക്കും, ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകൾ തിരഞ്ഞെടുക്കും. അത്തരത്തിലുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അത്തരത്തിലുള്ള നമുക്ക് റിട്ടയർമെന്റ് സമയത്ത് നമുക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ, നമുക്ക് റെഗുലർ ആയിട്ടുള്ള ഫ്ലോ ഓഫ് ഇൻകം ഉണ്ടാവാൻ വേണ്ടിയിട്ട് LIC ആരംഭിച്ച ഒരു സ്കീമാണ് LIC ന്യൂ ജീവൻ ശാന്തി പോളിസി. LIC ന്യൂ ജീവൻ ശാന്തി പ്ലാൻ എന്ന പേരിലും ഇത് അറിയപ്പെടും. ഇത് പ്ലാൻ നമ്പർ 858 ആയിട്ടാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 11,400 രൂപ എങ്ങനെയാണ് ഈ ഒരു LIC ജീവൻ ശാന്തി പ്ലാൻ വഴി നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരാൾ 45 വയസ്സ് പ്രായമുള്ള ഒരാൾ LICയുടെ ന്യൂ ജീവൻ ശാന്തി പ്ലാൻ തിരഞ്ഞെടുക്കുന്നു, അത് വാങ്ങുന്നു എന്ന് വിചാരിക്കുക. അദ്ദേഹം 10 ലക്ഷം രൂപ ഈ പ്ലാനിലേക്ക് ഇൻവെസ്റ്റ് എന്നിരിക്കട്ടെ. ഇതൊരു സിംഗിൾ പ്രീമിയം ആയിട്ടാണ്, ഒരു വൺ സിംഗിൾ എമൗണ്ട് ആയിട്ടാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ 45 വയസ്സ് പ്രായമുള്ള ആൾ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് എന്തായാലും നിർത്താൻ പോകുന്നില്ല, കാരണം 45 വയസ്സേ ഉള്ളൂ, ഇനിയും 10-15 വർഷം ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കപ്പാസിറ്റിയും എനിക്കുണ്ട് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. സോ അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഈ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് അടുത്ത ഒരു 12 വർഷത്തെ വെയിറ്റിംഗ് പീരീഡിലേക്ക് മാറ്റിവെക്കുന്നു. അതായത് 45 വയസ്സ് പ്രായമുള്ള ആൾ 10 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത്, എനിക്ക് അടുത്ത 12 വർഷത്തേക്ക് ഈ പണത്തിന്റെ ആവശ്യമില്ല, ബിക്കോസ് എനിക്ക് ജോലി ചെയ്ത് എനിക്ക് പ്രതിമാസം വരുമാനം ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇതിന്റെ എക്സാക്ട് കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത്? 57 വയസ്സാവുമ്പോഴേക്കാണ് ഇദ്ദേഹത്തിന് പെൻഷൻ ലഭിച്ചു തുടങ്ങേണ്ടത് എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്. സോ
12 വർഷത്തിന് ശേഷം ലഭിക്കുന്ന റിട്ടേൺ എങ്ങനെയാണ്? ഇത് പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് സിംഗിൾ ലൈഫ് ഓപ്ഷൻ, രണ്ട് ജോയിന്റ് ലൈഫ് ഓപ്ഷൻ. സിംഗിൾ ലൈഫ് ഓപ്ഷനിൽ വരുന്ന സമയത്ത് പ്രതിവർഷ പെൻഷൻ ഏകദേശം ഇദ്ദേഹത്തിന് ലഭിക്കുന്നത് 1,42,500 രൂപ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് 11,400 രൂപ ഒരു മാസം ഓരോ മാസവും ഗ്യാരണ്ടീഡ് പെൻഷൻ ഇദ്ദേഹത്തിന് ലഭിക്കുന്നു. പോളിസി ഹോൾഡറുടെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്ത എൻറ്റയർ 10 ലക്ഷം രൂപ കംപ്ലീറ്റ് ആയിട്ടും നോമിനിക്ക് ലഭിക്കുന്നു. അത് ലീഗൽ ഹയർ ആയിരിക്കണം. ഇനി ജോയിന്റ് ലൈഫ് ആണ് അദ്ദേഹം ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ പ്രതിവർഷ പെൻഷൻ ഏകദേശം 1,33,400 രൂപയായിരിക്കും. പ്രതിമാസമായിട്ട് ലഭിക്കുന്നതോ 10,672 രൂപ. ഈ ജോയിന്റ് ലൈഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്ന പോളിസിയാണ്. സോ ഭാര്യയുടെയും ഭർത്താവിന്റെയും മരണത്തിന് ശേഷം പ്രിൻസിപ്പൽ എമൗണ്ട് നോമിനിക്ക് ലഭിക്കുന്നു. സോ ഇവിടെ സിംഗിൾ ലൈഫ് ഓപ്ഷൻ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു പോളിസി ഹോൾഡറുടെ 45 വയസ്സുള്ള ആൾ 10 ലക്ഷം രൂപ നിക്ഷേപിച്ച സമയത്ത് അദ്ദേഹത്തിന് 57 വയസ്സാകുമ്പോഴേക്കും, അതായത് 12 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണം വരെ, 57 വയസ്സ് തൊട്ട് അദ്ദേഹത്തിന്റെ മരണം വരെ ഓരോ മാസവും 11,400 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇനി ഭാര്യയും ഭർത്താവും ചേർന്നാണ് ഈ എമൗണ്ട് നിക്ഷേപിക്കുന്നത് എങ്കിൽ 10,672 രൂപ ഈ ഭാര്യയുടെയും ഭർത്താവിന്റെയും മരണം വരെ ഓരോ മാസവും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ചെറിയ ചെറിയ ചിലവുകൾക്ക് ഈ പണം അവരെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഭാര്യയും ഭർത്താവും ചേർന്നുള്ള അക്കൗണ്ട് എന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം. 10,672 രൂപ. അവർക്ക് അവരുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് വേറെ ആരെയും സാമ്പത്തികമായിട്ട് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വലിയ ചിലവുകളൊന്നും നടക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചെറിയ ചെറിയ എമൗണ്ടുകൾ, അതായത് മരുന്ന് ചെലവ്, അത്യാവശ്യം ആശുപത്രി സന്ദർശനം, അതുപോലുള്ള ചിലവുകൾ, എവിടെയെങ്കിലും പോകണമെങ്കിലുള്ള അത്തരത്തിലുള്ള ചെറിയ ചെറിയ ചിലവുകൾ, ഇതൊക്കെ നടന്നു പോകുക. ഒരു ഡേ ടു ഡേ ലൈഫിൽ ആവശ്യമായിട്ടുള്ള ചിലവുകൾക്ക് മക്കളെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ ഒരു പോളിസി ഹോൾഡർക്ക് ഉണ്ടാവുന്നില്ല മരണം വരെ. ഇപ്പോൾ സ്വാഭാവികമായിട്ട് സംശയമുണ്ടാവും, ഭാര്യയും ഭർത്താവും ചേർന്ന് പോളിസി എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മരണം സംഭവിച്ചാൽ രണ്ടാമത്തെ ആൾക്ക് പെൻഷൻ കിട്ടാതെ വരുമോ എന്നൊരു സംശയം ഉണ്ടാകും. തീർച്ചയായിട്ടും ഇല്ല. ഈ ഒരു സ്കീം പ്രകാരം ഭാര്യയും ഭർത്താവും ചേർന്ന് ഈ പോളിസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൽ ഒരാൾ മരിച്ചു പോയാലും രണ്ടാമത്തെ ആൾക്ക്, ജീവനുള്ള ആൾക്ക്, അവരുടെ മരണം വരെ എമൗണ്ട് പ്രതിമാസം ലഭിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാളും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ലീഗൽ ഹെയർ ആരാണോ, അവർ ആരെയാണോ നോമിനിയാക്കി വെച്ചത്, അവർക്ക് എന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് തിരികെ ലഭിക്കും. സോ ഈ ഒരു LIC ജീവൻ ശാന്തി പോളിസിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ LICയുടെ ഒരു സിംഗിൾ പ്രീമിയം ആനുവിറ്റി പ്ലാൻ ആണ്. അതായത് ഒറ്റയടിക്ക് ഒരു സിംഗിൾ എമൗണ്ട് ആയിട്ട് ഈ ഒരു സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഗഡുക്കളായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ LIC നൽകുന്നില്ല. ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ അത് നല്ലതാണ്. കാരണം ഓരോ മാസവും പ്രീമിയം അടയ്ക്കേണ്ടതിനെ കുറിച്ച് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു സ്കീം പ്രകാരം ഉണ്ടാകുന്നില്ല. ഒറ്റയടിക്ക് ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിക്ഷേപിക്കാം. സോ പ്രതിമാസം അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഒരിക്കൽ, അതല്ല വർഷത്തിൽ 2 തവണ, അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ എമൗണ്ട് തിരികെ ലഭിക്കുന്നു. ഇത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങളുടെ മരണം വരെ ഈ ഒരു ചോയ്സ് പ്രകാരം നിങ്ങൾക്ക് എമൗണ്ട് തിരികെ ലഭിക്കുന്നു. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് ബേസ് ആയിട്ട് നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇൻകം ലഭിക്കുന്നു എന്നതാണ് ഈ സ്കീമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനമായിട്ട് 2 ഓപ്ഷൻസ് ആണ് LIC പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് സിംഗിൾ ലൈഫ് ഓപ്ഷൻ, 2 ജോയിന്റ് ലൈഫ് ഓപ്ഷൻ. സിംഗിൾ ലൈഫ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് സിംഗിൾ ആയിട്ട് പ്രീമിയം അടച്ചുകൊണ്ട് പെൻഷൻ ലഭിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ്. സോ ഈ പെൻഷൻ ഹോൾഡറുടെ മരണശേഷം എൻറ്റയർ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് ആരെയാണോ ലീഗൽ ഹയർ ആക്കി വെച്ചത് അവർക്ക് ലഭിക്കും. അവർക്ക് പിന്നീട് പെൻഷൻ ലഭിക്കില്ല. അവർക്ക് എൻറ്റയർ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും ലഭിക്കുന്നത്. മരണശേഷം പെൻഷൻ ലഭിക്കുന്നത് അവിടെ നിൽക്കും. സോ ഇതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് തിരികെ ലഭിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഡിഡക്ഷനും ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. ജോയിന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാരീഡ് ആയിട്ടുള്ള കപ്പിളിന് ഉള്ളതാണ്. അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ചേർന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ജോയിന്റ് ഓപ്ഷൻ. സോ ഈ പോളിസിയെ കുറിച്ച് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഡിഫർമെന്റ് പീരീഡും രണ്ടാമത്തേത് വെയിറ്റിംഗ് പീരീഡുമാണ്. സോ ഡിഫർമെന്റ് പീരീഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ 45 വയസ്സുകാരന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ, അതായത് നിങ്ങൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ നിങ്ങൾ LICയോട് പറയുകയാണ് ഞാൻ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിന്റെ ബെനിഫിറ്റ് എനിക്ക് അടുത്ത മാസം തൊട്ട് ആവശ്യമില്ല. അതായത് എനിക്ക് ഇനിയും ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്, എനിക്ക് ഇനിയും ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട്, പ്രായമുണ്ട്. സോ എനിക്ക് ഏതാനും വർഷങ്ങൾക്ക് ശേഷം, ഒരു പർട്ടിക്കുലർ ഇയേഴ്സിന് ശേഷം മാത്രമേ എനിക്ക് പെൻഷൻ ആവശ്യമുള്ളൂ. ആ ഒരു പീരീഡിന് പറയുന്ന പേരാണ്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സമയം തൊട്ട് നിങ്ങൾക്ക് ഏത് സമയം തൊട്ടാണോ പെൻഷൻ വേണ്ടത് ആ ഒരു സമയം വരെയുള്ള ഒരു പീരീഡിന് പറയുന്ന പേരാണ് ഡിഫർമെന്റ് പീരീഡ്. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് 1 വർഷം മുതൽ 12 വർഷം വരെയാണ് ഡിഫർമെന്റ് പീരീഡ് തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. സോ നിങ്ങൾ എത്ര വർഷമാണോ, നിങ്ങൾ 1 വർഷം തൊട്ട് 12 വർഷം വരെ എത്ര വർഷമാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്, എത്രത്തോളം പീരീഡ് കൂടുതലുണ്ടോ അത്രത്തോളം എമൗണ്ട് അധികം നിങ്ങൾക്ക് പെൻഷനായിട്ട് ലഭിക്കും. അതായത് 2 വർഷം ഡിഫർമെന്റ് പീരീഡ് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പ്രതിമാസ പെൻഷൻ തുകയും
12 വർഷം ഡിഫർമെന്റ് പീരീഡ് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന പെൻഷൻ തുകയും തമ്മിൽ വ്യത്യാസമുണ്ടാകും. സോ ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് 40 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ള ആ പ്രായത്തിന് ഇടയിലുള്ള മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ്. കാരണം അവർ 40-45 വയസ്സോ പ്രായമുണ്ടാകുമ്പോൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം ഡിഫർമെന്റ് പീരീഡ് എടുത്താൽ തന്നെ അവർക്ക് 50, 55, 57 വയസ്സ് പ്രായമാകുമ്പോഴേക്കും അവർക്ക് പ്രതിമാസം ഒരു എമൗണ്ട് തിരികെ ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ എന്താണ് ഫിനാൻഷ്യൽ എക്സ്പെർട്ട് ഈ ഒരു പോളിസിയെ കുറിച്ച്, LIC ജീവൻ ശാന്തി പോളിസിയെ കുറിച്ച് ഫിനാൻഷ്യൽ എക്സ്പെർട്ട് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഷെയർ മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, മ്യൂച്വൽ ഫണ്ട്സ്, ക്രിപ്റ്റോ കറൻസി, അങ്ങനെ ധാരാളം ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഇന്ന് അവൈലബിൾ ആയിട്ടുണ്ട് മാർക്കറ്റിൽ. വലിയ രീതിയിൽ റിട്ടേൺ തരുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇതിൽ പലതും. പക്ഷേ റിട്ടേൺ വലുത് ആയതുകൊണ്ട് തന്നെ വലിയ റിസ്ക്കും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന പണത്തിന് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യത ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ സ്കീമുകളിൽ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ റിസ്ക് എടുക്കാനുള്ള അവസരമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരു മിഡിൽ ഏജിലേക്ക് എത്തുന്ന സമയത്ത് റിസ്ക് ആപ്പറ്റൈറ്റ് കുറയുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അത്തരത്തിൽ നമുക്ക് സ്ലീപ്ലെസ് നൈറ്റ് തരാത്ത തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ജീവൻ ശാന്തി പോളിസി എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. LICയുടെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സെക്യൂർ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളിൽ ഒന്നാണ് ഇത്. നിങ്ങൾ ഈ പോളിസി ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ LIC അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ബോണ്ട് പേപ്പറിൽ എഴുതി തരും എത്ര എമൗണ്ട് ആണ് നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡിന് ശേഷം ഓരോ മാസവും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നത്. സോ ഇത് ഗ്യാരണ്ടീഡ് റിട്ടേൺ ആണ്. 100% ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നിങ്ങൾക്ക് ഈ കാര്യത്തിലുണ്ട്. നിങ്ങളുടെ ഓൾഡ് ഏജ് അല്ലെങ്കിൽ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ ഹാസിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ തരുന്ന, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ LIC തരുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് LIC ജീവൻ ശാന്തി പോളിസി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് എഴുതാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.